കോഴിക്കോട് ഫറോക്ക് പഴയ പാലത്തിന് സമീപം ഫൈബർ വള്ളത്തിന് തീപിടിച്ചു. മീൻചന്തയിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിശമന സേനയെത്തി തീയണച്ചു. വള്ളം പൂർണ്ണമായും കത്തിനശിച്ചു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഈ അഗ്നിബാധയുടെ കാരണം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞോ? വേണു, കോഴിക്കോട് ഫറോക്ക് പഴയ പാലത്തിന് സമീപമാണ് ഈ സംഭവം. പാർക്കിനോട് ചേർന്ന് കരയിൽ കയറ്റിയിട്ടിരുന്ന ഫൈബർ വള്ളത്തിനാണ് തീ പിടിച്ചിട്ടുള്ളത്. വള്ളം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം ഉണ്ടായിരുന്ന മരക്കഷ്ണങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10:30 ഈ സംഭവം നടക്കുന്നത്. മീൻചന്തയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണച്ചിട്ടുള്ളത്. ഈ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു മാസത്തിനിടയിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ തീപിടുത്തമാണ്. ഫറോക്ക്, തന്നെ ബേപ്പൂര് തുടങ്ങിയിടങ്ങളിൽ ഒരു മാസത്തിനിടെ 3 തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 3 തീപിടുത്തത്തിലും മത്സ്യബന്ധന ബോട്ടുകളും ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇതിനകത്ത് കാര്യമായ ഒരു അന്വേഷണം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ശരി, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.